ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു കുട്ടി ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് മൗഗനിലെ ക്യാമ്പിലാണ് ജനുവരി 22 വ്യാഴാഴ്ച രാവിലെ വൻ മണ്ണിടിച്ചിലുണ്ടായത്. വീശിയടിച്ച കൊടുങ്കാറ്റിനെയും കനത്ത മഴയും തുടർന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. 2026 ജനുവരി 22 വ്യാഴാഴ്ച രാവിലെയാണ് ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിൽ വീശിയടിച്ച കൊടുങ്കാറ്റിനെയും കനത്ത മഴയെയും തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി പേരെ കാണാതായത്. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് മൗഗനുയിലെ ക്യാമ്പിലാണ് രാവിലെ വൻ മണ്ണിടിച്ചിലുണ്ടായത്. കാണാതായവരിൽ ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നുവെന്ന് എമർജൻസി മിനിസ്റ്റർ മാർക്ക് മിച്ചൽ സ്ഥിരീകരിച്ചു. കനത്ത മഴയെ തുടർന്ന് നോർത്ത് ഐലൻഡിലെ പല പ്രദേശങ്ങളും ദയനീയ സ്ഥിതിയിലാണ്. വെള്ളപ്പൊക്കത്തിൽ വീടുകൾ മുങ്ങിയതിനെ തുടർന്ന് മേൽക്കൂരകളിൽ അഭയം തേടിയവരെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തുന്നത്. അതേസമയം നോർത്ത് ആൻഡ് ഈസ്റ്റ് കേപ്പ് എന്നിവിടങ്ങളിലായി 5 പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രമായ മൗണ്ട് മൗഗനുയിൽ വ്യാഴാഴ്ച രാവിലെ 9:30യോടെയാണ് അപകടമുണ്ടായത്. മണ്ണിനടിയിൽ നിന്ന് സഹായത്തിനായുള്ള നിലവിളികൾ കേട്ടതായി രക്ഷാപ്രവർത്തകരും ദൃക്സാക്ഷികളും പറഞ്ഞിരുന്നു. സമീപ നഗരമായ ഡൌറംഗയിൽ 30 മണിക്കൂറിനുള്ളിൽ 295 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. പാപമോവയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 പേരെ കാണാതാകുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.